അടിക്ക് തിരിച്ചടി. US ആക്രമണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷം ഇറാന്റെ ഭാഗത്ത് നിന്നും ഖത്തറിലേക്കും കുവൈറ്റിലേക്കും വീണ്ടും ആക്രമണം നടന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാക്കിക്കൊണ്ട് വൻ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര ഭൗമീയ രാഷ്ട്രീയ സമവാക്യങ്ങളെയും ആഗോള സാമ്പത്തിക മേഖലയുടെ ജീവനാഡിയായിട്ടുള്ള ഊർജ്ജ വിതരണ ശൃംഖലകളെയും ഒരേ സമയം പൂർണ്ണമായിട്ടും നിശ്ചലമാക്കിക്കൊണ്ടാണ് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇറാന്റെയും അമേരിക്കയുടെയും അതിർത്തികൾ ഭേദിച്ച് UAE, ഖത്തർ, ബഹ്റിൻ തുടങ്ങിയ GCC രാജ്യങ്ങളിലേക്ക് അതിപ്രധാന വ്യവസായ മേഖലകളിലേക്ക് കൂടി അതിവേഗം പടർന്നതോടെ ഗൾഫ് നാടുകൾ ഒന്നടങ്കം മുൻപെങ്ങുമില്ലാത്ത വിധം അതീവ ഗുരുതരമായിട്ടുള്ള യുദ്ധഭീതിയിലായിരിക്കുകയാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള ഖത്തറിന് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് കനത്ത മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതായും എന്നാൽ രാജ്യത്തിന്റെ ശക്തമായിട്ടുള്ള സായുധ പ്രതിരോധ സേന തങ്ങളുടെ അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ വിജയകരമായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് തകർത്തതായിട്ടും ഖത്തർ പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മിസൈൽ പ്രഹരങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് രാജ്യത്തെ മുഴുവൻ സ്വദേശികളുടെയും വിദേശികളുടെയും മൊബൈൽ ഫോണുകളിലേക്ക് കനത്ത അടിയന്തര ജാഗ്രതാ നിർദ്ദേശങ്ങളും വലിയ അപായ സൈറണുകളും വിറപ്പിച്ചുണർത്തുന്ന സന്ദേശങ്ങളുമായിട്ട് എത്തിയതും തൊട്ടു പിന്നാലെ ഖത്തറിന്റെയും ബഹ്റിന്റെയും ആകാശത്ത് പ്രതിരോധ മിസൈലുകൾ വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചതായിട്ടും ഗൾഫിലെ ജനങ്ങളെ ആകെ കടുത്ത ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ആഗോള ഇന്ധനക്കടത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഈ ഹോർമുസ് കടലിടുക്ക് ഒരു കാരണവശാലും തുറക്കില്ലെന്നും വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം അവസാനിക്കും വരെ ഉപരോധം തുടരുമെന്നുമുള്ള ഇറാന്റെ പ്രഖ്യാപനത്തിനൊപ്പം തന്നെ ഗൾഫ് നാടുകളിലെ ഒട്ടുമിക്ക അമേരിക്കൻ സൈനിക താവളങ്ങളും ഇപ്പോൾ മിസൈൽ വർഷങ്ങളാൽ യുദ്ധക്കളമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് അടിക്ക് തിരിച്ചടി. അമേരിക്ക എന്തു കൊടുത്തോ അതിന് ഇരട്ടി പ്രഹരമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ ഏത് ഒരു നീക്കത്തെയും തങ്ങൾ ആയുധം കൊണ്ടും അതുപോലെ തന്നെ തങ്ങളുടെ ചില നിർണായക നീക്കങ്ങൾ കൊണ്ടും നേരിടുമെന്ന് മുജ്തബ ഖമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരണം എന്നതല്ല, അതിനപ്പുറത്തേക്ക് രക്തസാക്ഷി ആയിക്കൊണ്ട് തന്നെ ഈ പരമോന്നത നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായപ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. വലിയ രീതിയിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ തന്നെ ഞങ്ങൾ നടത്തുമെന്നുള്ളത്. അതായത് കടുത്ത ഭാഷയിലാണ് IRGC ഉൾപ്പെടെ രംഗത്തെത്തുന്നത്. ഇറാന്റെ തെക്കൻ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസ് അടക്കമുള്ള തന്ത്രപ്രധാനമായ മേഖലകളിലെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളിലും റഡാർ കേന്ദ്രങ്ങളിലും ഊർജ്ജ സംഭരണ ശൃംഖലകളിലും അമേരിക്കൻ വ്യോമസേനയും US സെൻട്രൽ കമാൻഡും അതീവ മാരകമായിട്ടുള്ള ബോംബാക്രമണങ്ങൾ അഴിച്ചുവിട്ട് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചത്. തങ്ങളുടെ പരമാധികാര കേന്ദ്രങ്ങൾക്കും തന്ത്രപ്രധാന സൈനിക സ്ഥാപനങ്ങൾക്കും നേരെ അമേരിക്ക കനത്ത പ്രഹരമേൽപ്പിച്ചതിൽ പ്രതികാരമായിട്ട് ഇറാന്റെ IRGC ഗൾഫ് മേഖലയിലുടനീളമുള്ള അമേരിക്കയുടെ സുപ്രധാന സൈനിക ക്യാമ്പുകൾ മുഴുവൻ ലക്ഷ്യം വെച്ച് ഒരേ സമയം 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ തങ്ങളുടെ സൈന്യത്തിന് കർശന ഉത്തരവ് നൽകിയതിന് പിന്നാലെയാണ് ഈ വലിയ ആക്രമണം നടന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ കടുത്ത രാഷ്ട്രീയ നിലപാടുകളെയും അതുപോലെ തന്നെ ഈ പ്രതികാര പ്രഖ്യാപനങ്ങളെയും പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ട് ആണ് വരുന്നത്. വിദേശ രാജ്യങ്ങൾക്ക് നേരെയും അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് IRGC ആണ്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഭീകരമായിട്ടുള്ള മിസൈൽ പ്രഹരങ്ങളെയും ഡ്രോൺ ആക്രമണങ്ങളെയും വായുവിൽ വെച്ച് തന്നെ തകർത്ത് വലിയൊരു സിവിലിയൻ ദുരന്തം ഒഴിവാക്കുന്നതിനായിട്ട് UAE തങ്ങളുടെ വ്യോമ അതിർത്തികളിൽ അത്യാധുനിക പാട്രിയോട്ടിക് ഇന്റർസെപ്റ്റ് പ്രതിരോധ സംവിധാനങ്ങൾ ഈ മണിക്കൂറുകളിൽ അടിയന്തരമായിട്ട് സജീവമാക്കി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ പറയേണ്ടത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഭീതിയോടെ ഒരു വലിയ പ്രശ്നത്തോടെ ആയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഒന്നായ ഖത്തറിലെ അതിപ്രധാനമായിട്ടുള്ള റാസ് ലഫാൻ ഇൻഡസ്ട്രിയിൽ വ്യവസായ മേഖലയ്ക്ക് നേരെയും ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായതാണ് ഇപ്പോൾ വീണ്ടും ഈ പശ്ചിമേഷ്യ വിറപ്പിക്കുന്നത്. ഈ ആഘാതമേൽപ്പിച്ചതായിട്ടും ദോഹയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി പൂർണ്ണമായിട്ട് പരിഹരിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര യാത്ര പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് ഖത്തർ ഭരണകൂടവും പാകിസ്ഥാനും ചേർന്ന് ദോഹയിൽ വെച്ച് അതീവ രഹസ്യമായും ചടുലമായിട്ടും വലിയ രീതിയിലുള്ള നയതന്ത്ര മധ്യസ്ഥ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ അമേരിക്കയുടെ ഉന്നതതല ദൂതന്മാരുമായിട്ട് നടത്തി വരികയായിരുന്നു. ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കേണ്ട നിർണായകമായിട്ടുള്ള ഒരു
പുതിയ ധാരണാപത്രം തയ്യാറാക്കി ചർച്ചകൾ വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന അവസാന ഘട്ടത്തിലാണ്. എല്ലാ അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകളും ലംഘിച്ചുകൊണ്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ഖത്തറിനെ തന്നെ ലക്ഷ്യമിട്ട് ഇറാൻ അപ്രതീക്ഷിത മിസൈൽ ആക്രമണം നടത്തിയത്. ഇവിടെ പറയേണ്ടത് ഒരിക്കലും ഖത്തറിനെ ടാർഗറ്റ് ചെയ്തതല്ല, മറിച്ച് ഈ US-ന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് അല്ലെങ്കിൽ US-നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഖത്തറിലെ US വ്യോമതാവളങ്ങൾക്കും ഒക്കെയാണ് ആക്രമണം നടത്തിയത്. ഇപ്പോൾ ആ ഒരു റിഫൈനറിയിലും ആക്രമണം നടത്തിയത് വല്ലാതെ അമേരിക്കയെ ഭീതിയിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും സമാധാനത്തെയും നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഇനിമേൽ യുദ്ധവിഷയത്തിൽ യാതൊരു മധ്യസ്ഥ ചർച്ചകൾക്കും നയതന്ത്ര ഇടപെടലുകൾക്കും തങ്ങൾ മുൻകൈ എടുക്കില്ല എന്ന് ഖത്തർ തങ്ങളുടെ കടുത്ത നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സത്ത് മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപുണ്ടാക്കിയിരുന്ന താൽക്കാലിക സമാധാന കരാറുകളെല്ലാം ഇതോടെ പൂർണ്ണമായിട്ട് തകിടം മറിഞ്ഞു കഴിഞ്ഞുവെന്നും മേഖല ഇനി വലിയൊരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും ഉറപ്പാക്കിയിരിക്കുകയാണ്. ലോകത്തെ മൊത്തം കപ്പൽ മാർഗമുള്ള എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ ഹോർമുസ് കടലിടുക്ക് അനിശ്ചിത കാലത്തിലേക്ക് അടഞ്ഞു കിടക്കുന്നത് അന്താരാഷ്ട്ര എണ്ണവാതക വിപണിയും ആഗോള വിതരണ ശൃംഖലയും മുമ്പെങ്ങുമില്ലാത്ത വിധം പൂർണ്ണമായ ഒരു സാമ്പത്തിക തകർച്ചയിലേക്കായിരിക്കും നയിക്കുക. രാജ്യാന്തര വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ക്ഷാമവും മുമ്പെങ്ങുമില്ലാത്ത വിധം കനത്ത വിലക്കയറ്റവും ഉണ്ടാകുമെന്ന്, ഇത് വികസന രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഇളകുമെന്നും അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസികൾ അതീവ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ തന്നെ വിദേശ എണ്ണ ഇറക്കുമതിയെയും പ്രകൃതിവാതകത്തെയും വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ ആഭ്യന്തര വിപണിയെയും ചരക്ക് നീക്കത്തെയും ഈ പുതിയ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കനത്ത വിലക്കയറ്റത്തിലൂടെ വലിയ സാമ്പത്തിക ആഘാതമേൽപ്പിക്കുമെന്നതിൽ സംശയമില്ല. യുദ്ധഭീതിയിൽ UAE, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് നാടുകളിൽ ലക്ഷക്കണക്കിന് പ്രവാസി മലയാളി കുടുംബങ്ങൾ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് കേരളത്തിലും അവരുടെ നാട്ടിലെ ബന്ധുക്കൾക്കിടയിലും വലിയ ആശങ്കകൾക്കും പ്രാർത്ഥനകൾക്കുമാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. കാരണം വലിയ ഭീതിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഏത് നിമിഷവും നിയന്ത്രണം വിട്ട് വൻ ശക്തി രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറാവുന്ന തരത്തിൽ അതീവ സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു വലിയ വെടിമരുന്ന് പുരയായിട്ട് ലോകത്തിന് മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നത്. ഈ പശ്ചിമേഷ്യയിൽ ഇറാന്റെ നേതൃത്വത്തിൽ ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അനിശ്ചിതകാല ഉപരോധവും ഖത്തറിലെ അതിപ്രധാന ഊർജ്ജ കേന്ദ്രവുമായിട്ടുള്ള റാസ് ലഫാന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണങ്ങളും ആഗോള ഇന്ധനവാതക വിപണിയെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. ലോകത്തിലെ പ്രകൃതിവാതക കയറ്റുമതികളുടെയും പെട്രോളിയം വിതരണത്തിന്റെയും പകുതിയോളം തടസ്സപ്പെടുന്ന ഈ സാഹചര്യം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നിയന്ത്രണാതീതമായി കുതിച്ചുയരാൻ കാരണമാകും. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര ഇന്ധന വിതരണ ശൃംഖല പൂർണ്ണമായിട്ട് നിശ്ചലമാകുമെന്നും വികസന രാജ്യങ്ങളിൽ ഇത് മുൻപെങ്ങുമില്ലാത്ത വിധം കനത്ത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഇന്റർനാഷണൽ എനർജി ഏജൻസി അതിഗൗരവത്തോടെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെയും LNG വാതക വിതരണത്തെയും വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളെ ഈ പുതിയ പ്രതിസന്ധി നേരിട്ടാണ് ബാധിക്കാൻ പോകുന്നത്. ഖത്തർ, UAE തുടങ്ങിയ വിശ്വസ്തരായ പങ്കാളികളിൽ നിന്നുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടുന്നത് ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ വലിയ ചരക്ക് നീക്ക പ്രതിസന്ധിക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും വഴിവെക്കുമെന്നതിൽ സംശയമില്ല. രൂപയുടെ മൂല്യ തകർച്ചയും രാജ്യത്തിന്റെ വ്യാപാര വർധനവും അതുപോലെ തന്നെ കാരണമാകുന്ന ഈ ഒരു സംഘർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളകാൻ തക്ക ശേഷിയുള്ള ഒന്നായിട്ട് മാറുകയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ദോഹയിലും വാഷിംഗ്ടണിലും വെച്ച് അതീവ ചടുലമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ സമാധാന അന്തരീക്ഷം ഒരുക്കാൻ ശ്രമിച്ച ഖത്തർ ഭരണകൂടം ചർച്ചകളിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പിന്മാറുന്നത് പശ്ചിമേഷ്യയിലെ നയതന്ത്ര വഴികൾ പൂർണ്ണമായിട്ടും അടയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും തങ്ങൾ നേരിട്ടൊരു ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇനിയൊരു ഒത്തുതീർപ്പിനും ധാരണാപത്രങ്ങൾക്കും തങ്ങൾ മധ്യസ്ഥത വഹിക്കില്ല എന്നാണ് ഖത്തറിന്റെ കടുത്ത നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ ഒരു ഇരുപക്ഷത്തെയും ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചിരുന്ന മധ്യസ്ഥരുടെ റോൾ ഇല്ലാതാകുന്നതോടെ വരും മണിക്കൂറുകളിൽ കാര്യങ്ങൾ പൂർണ്ണമായി യുദ്ധത്തിന്റെ വഴിയിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമാണ്. ഏത് നിമിഷവും നിയന്ത്രണം വിട്ട് ഒരു വലിയ ആഗോള ദുരന്തത്തിലേക്ക് വഴിമാറാവുന്ന തരത്തിൽ അതീവ സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു വലിയ വെടിമരുന്ന് പുരയായിട്ട് ലോകത്തിന് മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നത്. ഇരു വിഭാഗവും തങ്ങളുടെ സൈനിക നീക്കങ്ങളിൽ നിന്ന് മിസൈൽ വിന്യാസങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വരും മണിക്കൂറുകൾ ഈ ഒരു തർക്കത്തിൽ അതീവ നിർണായകമാകുമെന്നതിൽ സംശയമില്ല. എന്തായാലും യുദ്ധം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങേയറ്റം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. US ആക്രമിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം നടന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ഖത്തറിന് നേരെ വലിയ രീതിയിൽ തന്നെ ഒരു ആക്രമണം ഉണ്ടായതും ഇപ്പോൾ ആ ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് പിന്മാറേണ്ടി വന്നതും ഒക്കെ വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്.